നമസ്കാരം. മുനമ്പത്തെ ജനതയാണ്. അവർ ഒരേ സമയം തന്നെ അവരുടെ ആഹ്ലാദവും പ്രതിഷേധവും പ്രകടിപ്പിക്കുകയാണ്. സന്തോഷത്തോടെ കാണുന്നു. മുനമ്പം ജനതയോടൊപ്പം നിന്ന ഓരോ ഇന്ത്യൻ പൗരനും തീർച്ചയായും ആ രണ്ടുപേർക്ക് അവർ നന്ദി പറയുക തന്നെ വേണം, സുരേഷ് ഗോപിയും പിന്നെ ഷോൺ ജോർജും. ഈ നിമിഷത്തിൽ ഞങ്ങളെ ആര് ചേർത്ത് പിടിക്കുന്നുവോ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, ആര് ഞങ്ങളെ അവഗണിച്ചോ അവരെ ഞങ്ങൾ അവഗണിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതെ, ആരാണ് തങ്ങളുടെ കൂടെ നിന്നതെന്നും ആരാണ് തങ്ങൾക്കെതിരെ നിന്നതെന്നും ഇന്ന് മുനമ്പത്തുകാർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു, അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു, തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്. ഇതൊരു കിടുക്കാച്ചി പഞ്ച് ഡയലോഗാണല്ലോ. അവർ എമ്പുരാന് വേണ്ടി സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് പ്രാർത്ഥിച്ചുവെന്ന്, അവസാനം തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവെന്ന്. എന്തായാലും കഴിഞ്ഞ ദിവസം പാതിരാത്രി എന്ന് തന്നെ പറയാം, അത്യപൂർവമായിട്ട് മാത്രമേ പാതിരാത്രി വരെയൊക്കെ നമ്മുടെ പാർലമെൻറ്റൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. രാജ്യം മുഴുവൻ അത് അറിയാൻ വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ വൈകി ആ വിവരം വന്നു. പാർലമെൻറ്റിൽ വോട്ടെടുപ്പ് നടന്നു. നല്ല ഭൂരിപക്ഷത്തോടെ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയെടുത്തു. ഇപ്പോഴും ചില നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, അതിൽ ചില സംഖ്യകളൊക്കെ ഉണ്ട്, അവരൊക്കെ സ്വാഭാവികമായിട്ട് ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. ഞാനും ഈ വഖഫ് ഭേദഗതിയെ പറ്റിയുള്ള ചർച്ചകൾ രാജ്യത്ത് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. നിങ്ങൾ പലരും അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തോളം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് BJP ഈ ബില്ല് കൊണ്ടുവരികയും ഇത് പാസ്സാക്കി എടുത്തില്ല എന്നത് ഒരു സംശയമാണ്. അത് സ്വാഭാവികമായിട്ടും സംഖ്യകൾക്ക് വരെയുള്ള സംശയമാണ്. അങ്ങനെ അവർ ചെയ്തിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ ഈ നന്ദി പറയുന്ന മുനമ്പത്തെ ജനങ്ങളടക്കമുള്ളവർ അവരായിരിക്കും അതിനെതിരെ ആദ്യം കൊടിയും പിടിച്ച് മുന്നിൽ നിൽക്കുക. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ചും പ്രഭുത്വ കേരളത്തിലാണ്. ഈ മുനമ്പക്കാർക്ക് ഈ കുടി ഒഴിയാനുള്ള, അതായത് അവർ താമസിക്കുന്നിടത്തു നിന്ന് ഒഴിയാനുള്ള നോട്ടീസ് അവർക്ക് കിട്ടുന്നത് 2021 മറ്റെന്തോണ്, 2019, 2021 മറ്റെന്താണ്. അതിന് മുമ്പെങ്ങാനുമായിരുന്നു BJP ഈ നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു എങ്കിൽ മുനമ്പത്തുകാരടക്കമുള്ളവർ ഈ വഖഫ് ബോർഡിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ അവരോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ വഖഫ് എന്താണെന്നും വഖഫ് നിയമങ്ങൾ എന്താണെന്നും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ജനതയുണ്ടെങ്കിൽ അത് മുനമ്പത്തുകാർ മാത്രമാണ്. ഇതിനിടയ്ക്കും, അതായത് ഈ കഴിഞ്ഞ 5-8 മാസത്തിനിടയ്ക്കും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ചെന്നപ്പോൾ പക്ഷേ കൃത്യമായും പഠിച്ച അവർക്ക് മനസ്സിലായി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന്. അതുകൊണ്ടാണ് അവരിപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പല കാരണമുണ്ടെന്നാലും അവർക്ക് BJPക്ക് എതിരെ നിൽക്കാനും BJPക്ക് വോട്ട് ചെയ്യാതിരിക്കാനും പരമ്പരാഗതമായിട്ട് അവരങ്ങനെ തന്നെയാണ്. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു ജനത ഇപ്പോൾ അതിൽ നിന്ന് മാറ്റി BJPക്ക് കീജയ് വിളിക്കുന്നു, നരേന്ദ്രമോദിക്ക് കീജയ് വിളിക്കുന്നു എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി എങ്കിൽ അവിടെയാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ആ നയതന്ത്രവും അല്ലെങ്കിൽ ആ തന്ത്രമൊക്കെ ഇരിക്കുന്നത്. ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ആദ്യ തവണയും രണ്ടാമത്തെ തവണയും 303 സീറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നിസ്സാരമായിട്ട് ആ സമയത്ത് ഇതൊക്കെ പാസ്സാക്കിയെടുക്കുക. ഒരു ദോശ ചുടുന്ന പോലെ ലാഘത്തോടെ തലേദിവസം ഇതൊരു വാർത്തയാക്കുക, പിറ്റേ ദിവസം പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരിക, വോട്ടെടുപ്പിനിടുക, പാസ്സാക്കിയെടുക്കുക, നിസ്സാര കേസാണ്. പക്ഷേ രാജ്യം മുഴുവൻ ഇവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ സർക്കാരിനെതിരെയും BJPക്കെതിരെയും വലിയ സമരങ്ങളൊക്കെ നടത്തും. ഒരുപക്ഷെ നമ്മുടെ പൊതുമുതൽ വരെ നശിപ്പിക്കപ്പെട്ടേക്കാം. അതിൽ നിന്നെല്ലാം മാറി ഈ കഴിഞ്ഞ ദിവസം ഈ ബില്ല് പാസ്സാവുന്ന ആ സമയം വരെ പ്രാർത്ഥനയോടെ നെഞ്ചിടിപ്പോടെ നിന്നു എങ്കിൽ അതാണ് രാഷ്ട്രീയപരമായിട്ട് BJPയുടെ ഒരു വിജയം. മറിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് അവരിത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്ത, അറിവില്ലാത്ത, നോട്ടീസ് കിട്ടിയിട്ടില്ലാത്ത മുനമ്പങ്കാർ അതിനെതിരെ ഈ ഇവിടുത്തെ സാമാന്യ മുസ്ലിം ജനവിഭാഗം എന്ന് പറയാൻ പറ്റില്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ കൂടെയും അതേപോലെ തന്നെ ഈ വഖഫ് ബോർഡിൻ്റെ കൂടെയും നിന്നുകൊണ്ട് BJPക്ക് എതിരെ സമരം ചെയ്തേനെ. അപ്പോൾ കറ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ ഇത് ഇച്ചിരി താമസിച്ചു എങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇന്ന് രാജ്യത്തിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം. അതുതന്നെയാണ് വേണ്ടത്. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ജനത ഇനി ലോകത്തൊരിടത്തും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായ ബോധത്തോടെ ഇന്നതാണ്, ഇന്നത് പാടില്ല, ഇന്നത് മാത്രമേ പാടുള്ളൂ എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടിയ ജനതയാണ് ഏതൊരു നാടിൻ്റെയും പുരോഗതിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ആ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇപ്പോൾ മുനമ്പം ജനത ആർജിച്ചെടുത്തിരിക്കുന്നു എന്നാണ് ഈ കണ്ട പ്രതിഷേധത്തിൽ നിന്നും ആഹ്ലാദ പ്രകടനത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.